അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാൻ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാട്. എൻ്റെ അവസ്ഥ ഒരു പ്രൊഡ്യൂസർ പോലത്തെ ഒരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസർ കൂടെയാണ്. അപ്പം എന്താണ് താരങ്ങൾ അർത്ഥത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിന്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതലും തൂക്കം കൊടുക്കുന്നത്. ഇപ്പൊ മാർക്കോ നമുക്ക് കണ്ടാൽ അറിയാം, അതിന്റെ ആ സ്റ്റെയർ കേസ് സീനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡറൊക്കെ ഒരുപാട് ഡിഫൻഡറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിനാ സിനിമ അറിയുന്ന ഒരു നടൻ അർത്ഥത്തിൽ അതിനകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണം എന്ന് മാത്രമായിരിക്കും നടൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നീട് അപ്പൊ ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെക്കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സംഗതിയായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണബിൾ ആണ്. ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച് വന്നൊരു പ്രൊഡ്യൂസറാണ്. എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് അതിൻ്റെ ഒരു റൈറ്റ്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാനേജർ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാലും നമ്മൾ പറയുന്നു, നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ, അതെൻ്റെ അവകാശങ്ങൾ, എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട്. നടനും പ്രൊഡ്യൂസറും അതെല്ലാം എൻ്റെ മാത്രമല്ല. സ്റ്റേറ്റ്മെന്റ് അത് ഫെയർ അല്ല. ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ്. ഇത് 0 ബഡ്ജറ്റിൽ സിനിമ ചെയ്യാം, പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാം. ഇതിലൊരു റൂൾ ബുക്ക് ഇല്ല. ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല. ഇന്ന ആൾക്ക് മാത്രമേ സിനിമ. IT ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനെ കാണുന്നില്ല. പ്രൊഡക്ഷൻ എന്താണെന്ന് കൂടി എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട്, അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ എനിക്ക് ആയിത്തീരുന്നു. സജീവാണെങ്കിലും വിനയാണെങ്കിലും ഇതെല്ലാം നിൽക്കില്ല. എല്ലാവരും ആക്ടിങ് വോട്ടെവർ ഏത് പ്രൊഫഷനാണെങ്കിലും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ സിനിമ, നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശമ്പളം ഞാൻ മേടിക്കാറില്ല. ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു കാലങ്ങളായിട്ട്, ഒരു 5 വർഷമായിട്ട് പറയാം. ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാൻ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നല്ല പറയുന്നത് പറഞ്ഞ പോലെ അവരുടെ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതാണ് എൻ്റെ ജനറലി ഉള്ളൊരു, എനിക്ക് അത്രയും ഡീറ്റെയിലിംഗ് അറിയില്ല. അവരുടെ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അത്രയും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നത് നല്ലത്. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് അതിന് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ്. പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇത് പഠിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഉണ്ണിയോടൊരു